അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയേക്കുന്നത് പീക്ക് ഡിസ്ട്രിക്റ്റിലെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പം നമ്മുടെ പുറകിൽ കാണുന്നതാണ് സ്റ്റെപ്പിംഗ് സ്റ്റോണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ. ഞായറാഴ്ച ശനിയാഴ്ച അപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. അപ്പോൾ ആ സ്റ്റോണിൽ കയറാൻ തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അല്ലാതെ ഇവിടെ നല്ല ഭംഗിയാണ് ഈ സ്ഥലമൊക്കെ കാണാൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്ന് കാണാം. ഇംഗ്ലണ്ടിലെ പീക്ക് ഡിസ്ട്രിക്റ്റിൽ ഡൗഡെയിൽ വാലിയിലാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഉള്ളത്. ഡൗഡെയിൽ കാർ പാർക്കിങ്ങിലെത്തി നടന്നു വേണം ഇവിടേക്ക് പോകാൻ. 4 മണിക്കൂർ പാർക്കിങ്ങിന് 5 പൗണ്ടും 4 മണിക്കൂറിന് മുകളിൽ 7 പൗണ്ടുമാണ് ചാർജ്. പാർക്കിംഗ് മെഷീനിൽ കോയിൻസ് മാത്രമേ എടുക്കൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. റിവർ ഡൗവിന് അരികിലൂടെ തോർപ്പ് ക്ലൗഡ്സ് എന്ന മലകൾക്ക് ഇടയിലൂടെ നടന്നു വേണം സ്റ്റെപ്പിംഗ് സ്റ്റോൺസിലേക്ക് എത്താൻ. റിവറിന്റെ ഒരു വശത്തൂടെ നല്ല വഴിയും മറുവശത്തൂടെ കുറച്ച് പ്രയാസമുള്ള വഴിയുമാണ്. ഇറങ്ങി താഴെയുള്ളവരെ അങ്ങനെ വിളിച്ചോണ്ട് വരില്ലേ കേട്ടോ. അപ്പുറത്തോടെ നല്ല വഴി ഉണ്ടായിട്ട് നമ്മൾ പോകാതെ ഡേഞ്ചറസ് ആയിട്ടുള്ള വഴി കൂടാണ് നമ്മൾ പോകുന്നത്. താഴെ ഇറങ്ങടാ മതി. ഇനി പറ്റില്ല ജോ ജോ പിടിക്ക. അപ്പുറത്തോടെ നല്ല വഴി ഉണ്ടായിട്ട് പോകണ്ടായിരുന്നു. അതാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ചില കല്ലുകൾ ഇളകിയിരിക്കുന്നതിനാൽ വാർണിംഗ് ബോർഡുകളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ധാരാളം ആളുകൾ ഇരുവശത്തേക്കും നടക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ. പക്ഷേ 1 വേ ആണ്. ഓരോ സൈഡിൽ നിന്നുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും. നല്ല തിരക്കുണ്ട് ഇന്ന്. ഫസ്റ്റ് സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ കൂടെ ഞങ്ങളൊന്ന് നടക്കാൻ പോവുകയാണ്. പേടിയുണ്ടോ? നോ പ്രോബ്ലം. ഓക്കെ. Wow. The slipping stone
പകുതി എത്തിയിരിക്കുകയാണ്. ആ നടുക്കത്തെ ഒരു സാധനം ഇച്ചിരി സ്ലിപ്പ് ചെയ്യുന്നതാ. ഭയങ്കര ഇതാണോ? ജോ അപ്പുറത്ത് വെള്ളത്തിൽ ചവിട്ട്. വെള്ളത്തില് ആ അങ്ങനെ ചവിട്ട്. വെള്ളം കുറവായതിനാൽ സ്റ്റോണിൽ കൂടെ അല്ലാതെയും കുറുകെ കടക്കാൻ കഴിയും. സൂപ്പർ പ്രകൃതി രമണീയത എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞാൽ എന്താ ഇതിനെ പറഞ്ഞ് വലിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അടുത്ത നമ്മുടെ ടാസ്ക് ഈ മലയൊന്ന് കയറുകയാണ്. അപ്പോൾ കുറച്ച് പേരെ കയറാൻ പറ്റുമെന്ന് നോക്കാം. ആ കയറിക്കോ പോരെ. റിസ്കിയാ, വീണാ പോയി. വാ വെരി ഗുഡ്. നീ അവിടെ വരെ കയറണം കേട്ടോ. ഇനി മണ്ടേ കയറാൻ എളുപ്പമാണ്, ഇറങ്ങാനും പാടായിരിക്കും. ഇതാ ജിയാനെ ജിജിയും കൂടെ കയറി വരുന്നുണ്ട്. മനോഹരമായ എന്റെ കയ്യിലുള്ള സാധനം ഒന്ന് പിടിക്കുമോ? We are in sky. മലയ്ക്ക് മുകളിൽ കയറിയാൽ പീക്ക് ഡിസ്ട്രിക്റ്റിന്റെ ഭംഗി മുഴുവനായി ആസ്വദിക്കാൻ കഴിയും. സ്റ്റെപ്പിംഗ് സ്റ്റോൺ താഴെ കാണുന്നതാണ്. അവിടെ നമ്മൾ ഇവിടെ വരെ കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മേലോട്ട് നോക്കാം, അങ്ങ് വരെ ആൾക്കാർ കയറിയിട്ടുണ്ട്. പക്ഷേ കയറാൻ വളരെ ബുദ്ധിമുട്ടാണ്. തിരിച്ചിറങ്ങുന്നതും വലിയ പാടായിരിക്കും. നമ്മളിവിടെ കൊണ്ട് ഇത് നിർത്തിയാണ്, തിരിച്ചിറങ്ങാൻ പോവുകയാണ്. നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ കാണാൻ. സ്റ്റെപ്പിംഗ് സ്റ്റോണിന്റെ അവിടെ നിന്ന് വീണ്ടും മലയും കുന്നും ഒക്കെ നടന്നു കയറിയാൽ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാവുന്നതാണ്. ഇപ്പം സ്റ്റെപ്പിംഗ് സ്റ്റോണൊക്കെ കണ്ടിട്ട് നമ്മൾ യാത്ര പറയുകയാണ്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ സ്റ്റെപ്പിംഗ് സ്റ്റോണിന് അടുത്ത് വന്നാൽ പിന്നെ നല്ല മലകളൊക്കെ ഉണ്ട്, ഹൈക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അപ്പം പ്രകൃതി ഭംഗിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റി നല്ല സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ തിരിച്ചിറങ്ങുക എന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കിയാണ്. എല്ലാവരും
മഴയും പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സ്ലിപ്പിംഗ് ആയിരിക്കും. അപ്പം മഴ പെയ്ത് തുടങ്ങി. അപ്പം നമ്മൾ ഏകദേശം താഴെ എത്തിയിരിക്കുകയാണ്. സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് നമ്മുടെ പുറകെ കാണുന്നത്. ഇപ്പോഴും നല്ല തിരക്കുണ്ട്. ഏകദേശം 5 മണിയായി.